നിങ്ങളുടെ സർജറി ഒരു എക്സ്പെർട്ട് ടീം ഓഫ് പ്ലാസ്റ്റിക് സർജനെ കൊണ്ട് ചെയ്യുന്നതും എവിടെയെങ്കിലും പോയി ഒരു സർജനെ കൊണ്ട് ചെയ്യുന്ന നമ്മളെ വ്യത്യാസം എന്താണ്? സോ എക്സ്പെർട്ട് ടീം ഓഫ് പ്ലാസ്റ്റിക് സർജൻസ് ഞാൻ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു 2-3 പ്ലാസ്റ്റിക് സർജൻസിൻ്റെ ഒരു ടീമിനെയാണ്. സോ എപ്പോഴും നമ്മളൊരു ടീമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഞാനൊരു ടീം വർക്കിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അതായത് നമ്മളൊരു ടീം ഓഫ് പ്ലാസ്റ്റിക് സർജൻസ് ആ കേസിനെ കുറിച്ച് നല്ലതായി ഡിസ്കസ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും ആ സർജറിയുടെ ഡ്യൂറേഷൻ വളരെ കുറച്ചുകൊണ്ട് വരാൻ നമുക്ക് പറ്റാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സർജറി പെട്ടെന്ന് ഫിനിഷ് ആവുകയും രോഗിയുടെ അനസ്തീസിയ ടൈം കുറയുന്നതും വഴി അവരുടെ റിക്കവറി കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിരിക്കുകയും ചെയ്യും. അവരുടെ സർജറിയുടെ ഡ്യൂറേഷൻ കുറയുന്നതുകൊണ്ട് ആ സർജറിയുടെ റിസ്ക് കുറയുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം, നമ്മളൊരു 2-3 സർജൻസ് ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഡിസ്കസ് ചെയ്യാനും ഒരു പോയിന്റിൽ നമ്മൾ സ്റ്റക്ക് ആകുമ്പോൾ ഞാൻ ചെയ്യുന്ന കറക്റ്റ് ആണോ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്, അപ്പോൾ ഒരു 2-3 പേര് ആ സമയത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ അഭിപ്രായം കൂടുതൽ എടുക്കുമ്പോൾ എപ്പോഴും ആ സർജറിയിൽ എടുക്കുന്ന ക്രിട്ടിക്കൽ ഡിസിഷൻസ് എപ്പോഴും റൈറ്റ് ആയി വരാനുള്ള ചാൻസും കുറച്ചുകൂടെ കൂടുതലാണ്. സോ നിങ്ങളുടെ സർജറിക്ക് വേണ്ടി ഒരു സർജൻ അല്ലെങ്കിൽ സർജിക്കൽ ടീമിനെ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ടീമായിട്ട് വർക്ക് ചെയ്യും. ആ പർട്ടിക്കുലർ സർജറിയിൽ എക്സ്പെർട്ടൈസ് ഉള്ള ഒരു ടീമിനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും സാധാരണ ഉള്ളതിലും ഒരു കുറച്ചുകൂടെ നല്ല റിസൾട്ട് കിട്ടാൻ ഉള്ള ചാൻസ് കൂടുതലാണ്. സോ ഓൾവേസ് ബി വെരി സെലക്റ്റീവ് ഇൻ ചൂസിങ് യുവർ സർജൻ ആൻഡ് യുവർ സർജിക്കൽ ടീം.